എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടൊരു വില്ലയാണ് ഇന്ന് കാണാൻ വന്നുള്ളത്. ബൈ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വില്ല വന്നിട്ടുള്ളത്. 2 റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ 2 എലിവേഷനോട് കൂടിയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. അതായത് പുക്കാട്ടുപടി ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ആലുവ, തൃപ്പൂണിത്തുറ, എറണാകുളം, മൂവാറ്റുപുഴ റൂട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 4.5 സെൻറ്റ് ഭൂമിയിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിറ്റിയാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്ന വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വരുന്നത്. മാത്രമല്ല ഇതിന് 3 ഗേറ്റാണ് വന്നുള്ളത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല മതിലിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. 4x ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ പ്രധാന ഡോറിനോട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബേബി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ പ്രധാന ഡോറിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ടൈലാണ് പാകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. അത് ലൈനായിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു 2 വാഹനം പാർക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എലിവേഷൻ ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഭംഗിയുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 വാഹനം പാർക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്, ഇത് തെക്ക് വശമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് വരാം. അതായത് പ്രധാന ഡോറിൻ്റെ മുന്നിലേക്ക് വരാം. അപ്പോൾ ഇവിടെ 2 വാഹനം പാർക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി പോർച്ച് അപ്പുറത്തെ റോഡിന് ഫേസ് ചെയ്തിട്ടാണ് വന്നുള്ളത്. ഈ കാണുന്ന കിണറാണ്. നല്ല വെട്ടിൽ പ്രദേശമാണ്. അരഞ്ഞാണം ചെത്തി മിനുക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല വെട്ടിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്നും അകത്തേക്ക് വാഹനം ഈസി ആയിട്ട് കടന്നു വീഴുകയും ചെയ്യും. ഇങ്ങനെ വലിയൊരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. മേലെ പോർച്ച് ഷീറ്റിട്ട് കവർ ചെയ്തിട്ട് അതിൽ വി ബോർഡ് ഒട്ടിച്ച് ഭംഗിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് ഒരുക്കി തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇനി വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് ഫേസിംഗ് ആണ്. അതായത് പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നല്ല സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് സ്പേസ് ആണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 പാളി വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്. അവിടെയും നല്ലൊരു ഡിസൈനിലായിട്ടുള്ളൊരു വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. 3 പാളി ജനൽ തന്നെയാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടി. നമുക്കിനി ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇപ്പോൾ ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറുന്നത്. കയറുന്ന എൻട്രൻസിൽ നല്ലൊരു കവറിംഗ് ആയി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഇവിടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതൊരു കൗണ്ടർ വാഷ് ബേസിനാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മിറർ, ലൈറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നല്ല നീളത്തിന്, അതായത് ലെങ്ത്തിലാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ല നീളത്തിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടും വശങ്ങളിലുമായിട്ടൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം PVC ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും ഒരു ഗ്രേ വൈറ്റ് മിക്സാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. മേലെയായിട്ടും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നമുക്കിനി സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. ഇങ്ങനെ ഒരു സെക്കൻഡ് കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ്
ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രൊഫൈൽ ഹാൻഡിൽ തന്നെയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു സിങ്ക് വരുന്നുണ്ട്, 2 ടാപ്പ് വരുന്നുണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കാനാണെന്നുണ്ടെങ്കിലും വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വടക്ക് വശത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് ഏരിയയിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ്. 2 സൈഡ് ഡോറ് വരുന്നുണ്ട്. മേലെ വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബൺ ഷീറ്റ് ഇട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റിലാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്കും ടാപ്പും വരാനുണ്ട്, ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റൗ ഒക്കെ വെച്ചിട്ട് പാചകം ചെയ്യാവുന്നതാണ്. അതിനൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെയായിട്ട് ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതി വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, ഒരു വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് വന്നുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, കൺസീൽഡ് ഫ്ലഷ് വാൽവ് ആണ് വന്നുള്ളത്. മേലെ റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ, ലൈറ്റ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. താഴെ മാറ്റ് ടൈല്, ഭിത്തി മാറ്റ് ടൈല് തന്നെയാണ്. ഇത് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകേണ്ടതുണ്ട്. നേരെ മേലേക്ക് പോകാം. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ കൊടുക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗവും ആ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. അപ്പം ഡൈനിങ് സ്പേസിലേക്ക് ധാരാളം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നേരെ മേലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്, പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. നേരെ കാണുന്ന ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. ടഫിൻ്റെ ഗ്ലാസ് കൊടുത്ത് നല്ലൊരു വിൻഡോ നമുക്ക് അവിടെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മേലേക്ക് കയറാം. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. കയറി വരുന്നത് തന്നെ നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും TV യൂണിറ്റ് കൊടുക്കാം. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പവർ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടി. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. താഴത്തെ അതേ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. 14 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതി വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു കബോർഡ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കബോർഡ് ഒരുക്കിയിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ജാഗ്വാറിൻ്റെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു കൺസീൽഡ് ഫ്ലഷ് വാൽവ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റർ, അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഈ ഭാഗം വരുന്നത് തെക്ക് വശമാണ്, ഇത് പടിഞ്ഞാറ് വശമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി നീളം, 10 അടി വീതി വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും നല്ലൊരു കബോർഡ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നേരെ ബാത്റൂമിലേക്ക് വരാം. ഇവിടെയായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. 3-way മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, പിന്നെ ടൈലെല്ലാം മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ ഷവറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. ഫുള്ള് കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് ആണ് വന്നുള്ളത്. അത് റോഡിനോട് അഭിമുഖമായിട്ട് തന്നെയാണ് ബാൽക്കണി വന്നുള്ളത്. മേലെ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോകാം. നേരെ സ്റ്റഡി റൂമിലേക്ക് പോകാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റഡി റൂമിലാണ്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഫാൻ സ്വിച്ചും പവർ സ്വിച്ചസൊക്കെ വരുന്നുണ്ട്. നല്ലൊരു തിയേറ്റർ റൂമൊക്കെ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്, ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈലാണെന്നുണ്ടെങ്കിൽ 4x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ട് അലക്കി വിരിച്ച് ഇത് തന്നെ ഇവിടെ തന്നെ ഇടാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോയി വിരിച്ചിടാനുള്ള
പാർക്കാനുള്ള സ്പേസും കൂടി ഉണ്ട്. അപ്പോൾ ഇതിന് സ്റ്റെയർ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്, മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് കൊടുത്തുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ 3+ യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4.5 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്. 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 73 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 3 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്, നല്ല കിണർ ഒരുക്കിയിട്ടുണ്ട്, ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ കളക്ഷൻസും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിന് 80% ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. പ്രോപ്പർട്ടിയുടെ പേപ്പർ ബാങ്കുകളെല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.